ലിഫ്റ്റ് എവിടെയാണെന്നുള്ളത് മറന്നുപോയി. അപ്പോൾ ലിഫ്റ്റ് ലിഫ്റ്റ് ഓക്കെ താങ്ക് യു. കുട്ടികളത് ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ താഴെ കുട്ടികളതാ പറയാത്ത എന്താ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ റൂം ഷിഫ്റ്റിംഗ് ആയിരുന്നു. UAE എൻ്റെ പഴയ റൂമിൽ നിന്ന് പുതിയ റൂമിലേക്ക് മാറുന്നത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വരിക. ഇപ്പോൾ ഞാനുള്ളത് ദുബായിൽ അക്കാദമിക് സിറ്റി, ഏകദേശം UAE യൂണിവേഴ്സിറ്റികളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏരിയയിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഞാനിപ്പോൾ താമസിക്കുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണണ്ടേ, എൻ്റെ റൂം എങ്ങനെയാണെന്ന് കാണണ്ടേ, ഇവിടെ ഞാൻ നിൽക്കുന്നത് എങ്ങനെയാണ്, പാർട്ടീഷനാണോ ബെഡ് സ്പേസ് ആണോ, എത്രയാണ് റെൻറ്റ്, ഈ കാര്യങ്ങളൊന്നും അറിയാതെ പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇപ്പം വളരെ ബുദ്ധിമുട്ടല്ലേ ഇവിടെ താമസിക്കാൻ, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പം ഇതാ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം വിചാരിക്കും ഇവിടെ ടഫാണ്. ഞാൻ ഏകദേശം ഒരു 10ാമത്തെ റൂമാണെന്ന് തോന്നിയത്, കാരണം നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും റൂമും കാര്യങ്ങളിലായിട്ട്. അപ്പോൾ ഇവിടെ ഓരോരുത്തരിങ്ങനെ ഡെലിവറിയും ആൾക്കാരും എല്ലാം ഇവിടെ വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്, അവിടെ എമിറേറ്റ്സിൻ്റെ ബിൽഡിംഗ് ഉണ്ട്, എമിറേറ്റ്സിൻ്റെ കോൺടാക്ട് സെൻ്റർ ആണ്, ഗ്ലോബൽ കോൺടാക്ട് സെൻ്റർ കാണുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് ആണ് മക്കളെ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ മെയിൻ എൻട്രൻസിലേക്കാണ് ഫസ്റ്റ് കയറുന്നത്. മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ ബിൽഡിങ് വരുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ ദുബായ് ഔട്ട്സോഴ്സിങ് സിറ്റിയിൽ അക്കാദമിക് സിറ്റീൻ്റെ അടുത്ത്, യൂണിവേഴ്സിറ്റികളുടെ അടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കയറാൻ പോവാണ്. അപ്പം ലിഫ്റ്റാണ് ലോബി. അപ്പം ലിഫ്റ്റിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. 2 ലിഫ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ മെയിൻ ഗേറ്റ്, മെയിൻ എന്താ പറയുക ഗ്രൗണ്ട് ഫ്ലോർ, ഇവിടെ കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള ഒരു സ്ഥലം തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് കയ്യിൽ ലിഫ്റ്റ് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വേറൊരു ലിഫ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പം ആ ലിഫ്റ്റിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. അപ്പം ഇവിടെ കുട്ടികളുടെ ഒരു വേറൊരു കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് വേറൊരു ആവേശത്തോടെ അവർ ഷെയറാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്ക് ലിഫ്റ്റിലേക്കാണ് കയറുന്നത്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, ഇതിൻ്റെ താഴെ പാർക്കിംഗ് വരുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് പോകാമെന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. റൂട്ട് എനിക്ക് അറിയില്ല, റൂട്ട് മാപ്പ് നോക്കട്ടെ. പണ്ട് ഞാൻ പോയിരുന്നു, അപ്പോൾ പിന്നെ അതേ സ്ഥലത്ത് തന്നെയാണ് എത്തുന്നത്. അപ്പം ലിഫ്റ്റ് എവിടെയാണെന്നുള്ളത് മറന്നുപോയി. അപ്പോൾ ഗൈസ് ഒന്ന് നോക്കട്ടെ. ഇത് നല്ലൊരു പട്ടിക്കുട്ടി. വൗ നൈസ്. അപ്പം ഇതിൻ്റെ ഹായ് ബ്രോ, വെർ ഇസ് ദ ലിഫ്റ്റ്? ലിഫ്റ്റ് ഓക്കെ താങ്ക് യു. അപ്പം കുട്ടികളൊരു ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ലിഫ്റ്റ് എവിടെയാണെന്നാണ് ലിഫ്റ്റ് ലോബി. വേറെ ലിഫ്റ്റിലേക്കാണ് കയറുന്നത്. ടോട്ടലി ഇവിടെ മൊത്തം 3 ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് മേലോട്ടാണ് പോകേണ്ടത്, സോറി. അപ്പം ഇതാണ് ലിഫ്റ്റ്. നമുക്ക് എത്തേണ്ടത് 4th ഫ്ലോറാണ്. അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ്. അപ്പം ഓരോ കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഹായ് ഹായ് ബൈ. കുട്ടികളൊക്കെ ടാറ്റ പറയുന്നുണ്ട്, എന്താ ചെയ്യാം. അങ്ങനെ ലിഫ്റ്റ് ഏകദേശം ഏകദേശം 4th ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. 4th ഫ്ലോർ. ഏകദേശം ഇവിടെ ടോട്ടൽ 4 ലിഫ്റ്റാണ് ഉള്ളത്. ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന വെച്ചാൽ ഒരു ലിഫ്റ്റും കുറേ ആൾക്കാരാണ്. ഇവിടെ ഉള്ളത് തികച്ചും വ്യത്യാസമാണ്. പക്ഷെ നമ്മൾ കയറിയത് ഇതിലൂടെയായിരുന്നു, പക്ഷെ ഇറങ്ങുന്നത് ഇതിലൂടെയാണ്. അവിടെ ലേഡി ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. അപ്പം താഴെ കുട്ടികളതാ ആവേശത്തോടെ കളിക്കുന്നു. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം നമുക്കിവിടെ ലിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ലിഫ്റ്റ് അതാ അവിടെ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. ഇതിൻ്റെ ഇടയ്ക്കൊരു ഫോക്കസ് ആയിട്ടുണ്ട്. ഒരു ലിഫ്റ്റ് അവിടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത 2 ലിഫ്റ്റ് അവിടെ, പിന്നെയുള്ള ലിഫ്റ്റ് ഈ കാണുന്നത് ഈ ലിഫ്റ്റാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറി പോവാണ്. അപ്പോൾ മാഷാ അല്ലാഹ് അടിപൊളി. ഇതാണ് റൂമിൻ്റെ മാഷാ അല്ലാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ റൂം. ഇതൊരു പാർട്ടീഷൻ ബേസുള്ള റൂമാണ്. ഇത് കിച്ചണിൽ നമ്മുടെ സാധനങ്ങൾ വെക്കുന്ന സ്ഥലം. ഇവിടെ നിന്നായിരുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തത്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ നോക്കാം.
ഓരോരുത്തരുടെ സാധനങ്ങൾ നമ്മൾ മാത്രമല്ല, ഇതാ പലരുടെയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഇത് വേറെ സെറ്റപ്പ് സാധനങ്ങൾ നോക്കാനുള്ള. അപ്പം ഇവിടെ ഇത് ഇലക്ട്രോണിക്കാണ്. ഇവിടെ സ്വിച്ച് ഇടുക, ഇവിടെ തിരിക്കുക. മറ്റേ പഴയ ഗ്യാസും കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഓവൻ ഉണ്ട്. നമുക്ക് ചായയോ വെള്ളമോ എന്തെങ്കിലും ചൂടാക്കണമെങ്കിൽ കേപ്പലുണ്ട് ഇവിടെ. ഇതങ്ങ് ഓഫാക്കില്ല, ആരും ഓണാക്കിയിട്ട് പോയത്. വാഷിംഗ് മെഷീൻ ഉണ്ട്, മെഷീൻ്റെ സ്വിച്ചിലുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫയർ എക്സ്റ്റിങ്വിഷറും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. വെള്ളം വേണമെങ്കിൽ വെള്ളത്തിൻ്റെ ഓപ്ഷനും ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാമറ, യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്നെല്ലാം പറയില്ലത്. അപ്പം ബാത്റൂം വേണ്ടേ, ഇതാണ് കയറി ഉടനെയുള്ള ബാത്റൂം, ടോയ്ലറ്റ്. ബാത്റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ കയറിയിട്ട് ഇങ്ങോട്ടേക്കൊരു സെഷൻ, ഇങ്ങോട്ടേക്ക് പോകാനുള്ള റൂട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെരുപ്പെല്ലാം വെക്കുന്ന റാക്ക്, ഷൂ റാക്ക്. അതിൻ്റെ അടുത്തൊരു ബാത്റൂം. ഇവിടെ എന്തെല്ലാം പണി നടക്കുന്നുണ്ട്, കിടന്ന് കുളിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്ത ബാത്റൂം കൂടി ഉണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാം, ആൾക്കാരുണ്ടോ നോക്കിയിട്ട്. അപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ ഇതാണ് അടുത്ത ബാത്റൂം. അപ്പം ഇവിടെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം കാര്യം ലൈറ്റ് ഓഫ് ആക്കണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞൊക്കെയുണ്ട്, നമ്മളിവിടെ അല്ലെങ്കിലും. അങ്ങനെ ഇതിലിവിടെ കുറേ പാർട്ടീഷൻ വരുന്നുണ്ട്. ഇവിടെ ഏകദേശം പാർട്ടീഷൻ 1 2 3 4 പാർട്ടീഷൻ ഇവിടെ. കാര്യം തന്നെ നമ്മൾ ലുക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മളെ മൊഞ്ചായിക്കോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ റൂമിലേക്ക് പോകാൻ. റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളുടെ ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. ബാൽക്കണിക്ക് സ്ലൈഡ് ചെയ്തില്ലാത്തതുകൊണ്ട് ബാൽക്കണി വ്യൂ. ഓ നൈസ് എന്നല്ല പറയുക. അപ്പം ആ കാണുന്നത് അമിറ്റി യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയാം, ഇതിനിടയ്ക്കൊരു ക്യാമറ കളിയുണ്ട്. കാരണം അമിറ്റി യൂണിവേഴ്സിറ്റിയാണ്, നല്ല യൂണിവേഴ്സിറ്റി നടുവിലാണ്. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഗ്ലോബൽ കോണ്ടാക്ട് സെൻറ്റർ, പിന്നെ ഇൻജാസ് ബിൽഡിംഗ് 1 2 3 ADCBൻ്റെ ബിൽഡിങ്, അങ്ങനെ പല ബിൽഡിംഗ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ പാർക്കിംഗ്, എനിക്ക് കാണുന്നത് പാർക്കിംഗ് ഏരിയ ആണ് ഇത് മൊത്തം. നമ്മൾ ഫ്രീ ആയിട്ടാണെന്ന് തിരിയുന്നില്ല, പെയ്ഡ് പാർക്കിംഗ് ഏരിയ ആണ് സെക്ഷൻ. പിന്നെ ഇതിൻ്റെ താഴെ പാർക്കിംഗ്, ഇനി അണ്ടർഗ്രൗണ്ടിലും പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ബിൽഡിംഗ് ഉണ്ട് കുറേ. അപ്പോൾ നമ്മളെ റൂമിലേക്ക് കയറണ്ടേ. നമ്മളെ റൂം അധികം വൃത്തിയൊന്നുമില്ല, ഒരു ബാച്ചിലറിൻ്റെ റൂം എങ്ങനെയുള്ള അതേപോലെ. കീ ആണ് എനിക്ക് കിട്ടേണ്ടത്. കീ ആ കിട്ട് തുറക്കട്ടെ. നമ്മൾ റൂമിലേക്ക് കയറാൻ പോവാണ്. ഡോറ് തുറന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നെ, ഇതാണ് മക്കളെ ഞാൻ താമസിക്കുന്ന റൂം. ലൈറ്റ് കളർഫുൾ ലൈറ്റ് ഉണ്ട്. 1 അടിച്ചാൽ ലൈറ്റ് ഓഫ് ആവും, 2 അടിച്ചാൽ ലൈറ്റ് കത്തും, 3 അടിച്ചാൽ ലൈറ്റ് ഓഫ് ആവും, 4 അടിച്ചാൽ ലൈറ്റ്, കളർഫുൾ ലൈറ്റ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ വേറെ വാം ലൈറ്റ് നോർമൽ. അപ്പോൾ അവിടെ നിസ്കാരം മുസല്ല ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ കബോർഡ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ സാധനങ്ങൾ, കുളിക്കാനുള്ള സാധനങ്ങളും പിന്നെ ബുക്സും കാര്യങ്ങളും, അയ്യോ അധികം ചില്ലറ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ, അങ്ങനെ ഷോക്സ്, നമ്മളെ കണ്ണട, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതവിടെ ഉണ്ട്. പിന്നെ ഇവിടെയും സ്പേസ് ഉണ്ട്, ഇവിടെയും സ്പേസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു വേറെ സ്പേസും കൂടി ഉണ്ട്. ഇതാ ഇവിടെ നമ്മളെ സാധനങ്ങൾ വെക്കാം. ഇതൊരു ബാച്ചിലർ റൂം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഇവിടെ ഫയറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള അതുകൊണ്ട്. അപ്പം ഇതാണ് മക്കളെ, ഇവിടെയാണ് മക്കളെ ഞാൻ നിൽക്കുന്നത്. അപ്പം ഇവിടെ ഹാങ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് ഹാങ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇതുണ്ട്. നമ്മളെ ബ്ലേസേഴ്സ് പണിയല്ലോ ഉള്ള സമയത്ത് ഡെയിലി ഇത് തേച്ച് ഉണക്കി പോക്കാണ് പണി. ഇപ്പം ഇത്രക്കും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ദുബായിൽ അക്കാദമിക് സിറ്റി ഔട്ട്സോഴ്സ് സിറ്റിയിലാണ്. ഇങ്ങനത്തെ റൂമും കാര്യങ്ങളും വേണമെങ്കിൽ എനിക്കൊരു ഏജൻ്റ് അല്ല, ഓണറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ UAE ഓണറോട് ഇങ്ങനെ റൂം തപ്പി നടക്കുകയാണെങ്കിൽ ഓണർ വേണം, കമ്മീഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നല്ല ഓപ്ഷനാണ്. അയാളെ നമ്പർ വേണമെങ്കിൽ കൊടുക്കുക, അയാൾക്ക് അത് ഉപകാരപ്പെട്ടെ. അങ്ങനെ ഇതാണ് നമുക്ക് റൂം. ബാക്കി നമുക്ക് ബാൽക്കണി പോയി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇനിയുണ്ട് പിന്നെ ഇതിന് വേറെ സ്പേസും ഉണ്ട്, ഈ ഡ്രോയറും ഉണ്ട്. ഇവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുക. പിന്നെ ഇതാണ് നമുക്ക് വരുന്ന താഴെ സ്ഥലമുണ്ട്. അപ്പം നേരെ ഡോറ് ലോക്ക് ചെയ്തിട്ട് ഇവിടെ സേഫാണ്, അക്കാര്യത്തിൽ ടെൻഷനില്ല, നല്ല വൃത്തിയുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ബാൽക്കണി. ഡ്രസ്സൊക്കെ ആറിയിടാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയാണ് റെൻറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ പറ, കമൻറ്റ് ചെയ്യും.
അതനുസരിച്ചിട്ട് ഇതിൻ്റെ റെൻറ്റ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഈ ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ദുബായിലുള്ള റൂമും കാര്യങ്ങളും പാർട്ടീഷനാണിത്. ദുബായിൽ പല രീതിയിൽ നിൽക്കുന്നുണ്ട്. ബെഡ് സ്പേസ് ഉണ്ട്, പാർട്ടീഷൻ ഉണ്ട്, അപ്പാർട്ട്മെൻറ്റ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാം പാവങ്ങൾ, സാധാരണ ഒരു സ്റ്റുഡൻറ്റ് അതേപോലെ ചെറിയൊരു പാർട്ടീഷൻ എടുത്തിട്ട് ജീവിച്ചു പോകുന്ന ആൾ. അപ്പം ഇതാണ് മക്കളെ ഇവിടുത്തെ റൂം എക്സ്പീരിയൻസ്. അപ്പം ഇൻഷാല്ലാ ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. അപ്പം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഇനാബിൾ ചെയ്താൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പോപ്പപ്പായി വരും. അപ്പം സ്റ്റേ ട്യൂൺ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം എന്ത് തരം വീഡിയോ നിങ്ങൾക്ക് ദുബായിനെ പറ്റി വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പം ബൈ.